നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട വിനായക ചതുർത്ഥിയാണ്. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം നേരം പുലർന്നത് മുതൽ ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ് എന്ന് പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യവും അതേപോലെ അതായത് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനഭാഗ്യവും അത്തരം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ ഫലങ്ങൾ വന്നു ചേരുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാവുന്നതുമാണ്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. വിനായക ചതുർത്ഥി മുതൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും ധനപരമായ ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അവയെല്ലാം തരണം ചെയ്ത് എപ്രകാരം മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്ന് ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികമായി അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുക. അത്തരത്തിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും ഈ സമയം മുന്നിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ ജീവിത നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഐശ്വര്യം വാനോളം ഉയരുന്നതായ സമയമാകുന്നു. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാണ് ഇത്. ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് സഹായകരമായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്നതാകുന്നു. മാനസികാരോഗ്യം മികച്ചതായി തീരും. സാമ്പത്തികപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ജീവിതം തന്നെ മാറി മറിയുന്നതായ അവസരങ്ങൾ കടന്നു വരാം. അത്തരത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായി തന്നെ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിലൂടെയും ധനം ലഭിക്കാം. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാധ്യത അല്പം കൂടുതൽ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് എന്ന് പറയാം. കാരണം അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതിസന്ധികൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ് വാസ്തവം.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നേടേണ്ടതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം. ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്തതായ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. എന്നാൽ പൊതുവിൽ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയും പ്രത്യേകിച്ചും ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെയും ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെയും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒരു പരിധിവരെ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ നിലനിൽക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. സർവ്വ ഐശ്വര്യപ്രദമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതും വാസ്തവമാണ്. ബന്ധങ്ങൾ ശക്തമാവുക തന്നെ ചെയ്യും. ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ വീട്ടുവാനുള്ള അവസരങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. കഷ്ടകാലത്തിന് ഒരു പരിധിവരെ അറുതിയാകുന്നു എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ അറിയേണ്ടതായ കാര്യം, ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയാണ് കടന്നു വരിക. ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം ഉണ്ടാകുന്നതിനാൽ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. വിഘ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സഹായകരമായി തീരും. കൂടാതെ ഈ സമയം പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റുള്ളവരിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ്. ഭഗവാനെ നിത്യവും ആരാധിക്കുകയും സാധിക്കുന്ന ഏവരും ഗണപതി പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വന്നു ചേരേണ്ട ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അഥവാ പൊതുഫലത്താൽ നോക്കുകയാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് നിസ്സംശയം പറയാം.